കടലിനടിയിൽ ഒരു കൊട്ടാരമുണ്ടായിരുന്നു. അവിടുത്തെ രാജാവിന്റെ മകളായിരുന്നു ലിയോണ. അവളുടെ മുത്തശ്ശി അവൾക്ക് മനുഷ്യരെക്കുറിച്ചുള്ള കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. വാലിന് പകരം കാലുകളുള്ള മനുഷ്യരെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അവൾക്ക് കടലിനക്കരെ പോവാനും മനുഷ്യരെ കാണാനും ആഗ്രഹം തോന്നി. പക്ഷേ രാജാവിന് ഭയമായിരുന്നു. മനുഷ്യർ വലയെറിഞ്ഞ് അവളെ പിടിക്കുമോ എന്ന് അദ്ദേഹം ഭയന്നു. പക്ഷേ ഒരു ദിവസം ലിയോണയുടെ നിർബന്ധം കാരണം കടലിനക്കരെ പോവാൻ രാജാവ് സമ്മതിച്ചു. ലിയോ യാത്ര തുടങ്ങി. കടൽക്കരയിലെ കാഴ്ചകളിൽ അവൾക്ക് കൗതുകം തോന്നി. കാഴ്ചകൾ കണ്ടു നിൽക്കുമ്പോൾ മനോഹരമായ ഒരു നാദം കേട്ടു. അത് മിലൻ എന്ന ചെറുപ്പക്കാരൻ ഓടക്കുഴൽ വായിക്കുന്നതായിരുന്നു. അവനൊരു മീൻപിടുത്തക്കാരനായിരുന്നു. അയാളെ അവൾക്ക് വളരെ ഇഷ്ടമായി. അയാൾ ഓടക്കുഴൽ വായന കഴിഞ്ഞ് നോക്കുമ്പോൾ ലിയോണയെ കണ്ടു. അയാൾ അത്ഭുതപ്പെട്ടു. അയാൾ തന്നെ കണ്ടെന്ന് മനസ്സിലായ ലിയോണ വേഗം കടലിലേക്ക് താഴ്ന്നു തിരിച്ചുപോയി. മിലൻ മത്സ്യകന്യകയെ കണ്ടത് തനിക്ക് തോന്നിയതാകുമെന്ന് കരുതി അയാൾ തിരിച്ചുപോയി. ലിയോണ പിറ്റേ ദിവസവും അതേസമയം ഓടക്കുഴൽ വായന കേൾക്കാനായി വന്നു. പിറ്റേ ദിവസം അയാൾ മീൻ പിടിക്കാൻ കടലിൽ പോയി. ആ സമയം ലിയോണ കടലിന്റെ ഉപരിതലത്തിൽ കാഴ്ചകൾ കണ്ടു നിൽക്കുകയായിരുന്നു. മിലൻ തോണിയിൽ വരുന്നത് അവൾ ദൂരെ നിന്നേ കണ്ടു. പെട്ടെന്നാണ് കാലാവസ്ഥ മാറിയത്. കൊടുങ്കാറ്റും പേമാരിയും വന്നു. അയാളുടെ തോണി ആടിയുലയാൻ തുടങ്ങി. അയാളുടെ തോണി മറിഞ്ഞ് അയാൾ കടലിൽ വീണു. മുങ്ങിത്താവുന്ന അയാളെ ലിയോണ രക്ഷിച്ച് കടൽ തീരത്തെത്തിച്ചു. തൻ്റെ ജീവൻ രക്ഷിച്ച മത്സ്യകന്യകയോട് അയാൾ നന്ദി പറഞ്ഞു. പിന്നീടുള്ള എല്ലാ വൈകുന്നേരവും അവർ കടൽ തീരത്ത് ഒത്തുകൂടാൻ തുടങ്ങി. മത്സ്യകന്യകയ്ക്ക് മിലന്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹം തോന്നി. പക്ഷേ ഒരു മത്സ്യകന്യകയ്ക്ക് ഒരിക്കലും കരയിൽ ജീവിക്കാൻ കഴിയില്ലെന്ന് മിലൻ അവളെ പറഞ്ഞു ബോധ്യപ്പെടുത്തി. ഒരു മനുഷ്യ സ്ത്രീ ആവണമെന്ന് അവൾ ആഗ്രഹിച്ചു. ഇതിനുള്ള മാർഗം എന്തെന്ന് അവൾ വളരെയധികം ആലോചിച്ചു. ഒടുവിൽ അവൾ തൻ്റെ മുത്തശ്ശിയോട് ചോദിക്കാമെന്ന് വിചാരിച്ചു. വളരെ അറിവുള്ളവരാണ് മുത്തശ്ശി. മുത്തശ്ശി ദീർഘനേരം ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, ഒരു വഴിയുണ്ട്, പക്ഷേ വളരെ ദുർഘടം പിടിച്ചതാണ്. കടലിന്റെ ആഴങ്ങളിൽ ഒരു വിശേഷതരം മുത്തുണ്ട്. അത് തനിയെ വേണം കണ്ടുപിടിക്കാൻ. അത് കണ്ടുപിടിച്ച് ഒരാഗ്രഹം മനസ്സിൽ വിചാരിച്ചാൽ നടക്കും. മത്സ്യകന്യയ്ക്ക് സന്തോഷമായി. അവൾ ആ മുത്ത് കടലിന്റെ ഏതു ഭാഗത്ത് കിട്ടുമെന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. മനുഷ്യ സ്ത്രീ ആവണമെന്ന ലിയോണയുടെ ആഗ്രഹം രാജാവിനും രാജ്ഞിക്കും വിഷമമായി. എന്നിരുന്നാലും മകളുടെ ആഗ്രഹം രാജാവും രാജ്ഞിയും മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. ലിയോണ തനിയെ യാത്ര പുറപ്പെട്ടു. യാത്രയിൽ അവൾ ശക്തമായ കൊടുങ്കാറ്റിലും തിരമാലയിലും പെട്ട് ആടിയുലഞ്ഞു. അവൾ ക്ഷീണിതയായി. എന്നിരുന്നാലും അവൾ വീണ്ടും വീണ്ടും നീന്തി. മുത്തശ്ശി പറഞ്ഞ ദൂരം അത്രയും അവൾ യാത്ര ചെയ്തപ്പോഴേക്കും സന്ധ്യയായി. ദീർഘനേരത്തെ യാത്ര അവളെ വല്ലാതെ തളർത്തി. അവൾ കടലിന്റെ അടിത്തട്ടിലുള്ള പാറക്കൂട്ടത്തിൽ ഇരുന്നു. അവൾ തളർന്നുറങ്ങിപ്പോയി. അവൾ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ദൂരെ നിന്നും ഒരു പ്രകാശം. അവൾ ആ പ്രകാശം ലക്ഷ്യമാക്കി നീന്തി. അത് ആ വിശേഷപ്പെട്ട മുത്തിൽ നിന്നുള്ള പ്രകാശമായിരുന്നു. അവൾക്ക് സന്തോഷം സഹിക്കാനായില്ല. അവൾ ആ മുത്തുമായി തിരികെ നീന്തി. കൊട്ടാരത്തിൽ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൾ കടൽക്കരയിലെത്തി. മിലൻ കടൽക്കരയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ മുത്ത് കയ്യിൽ പിടിച്ച് മനുഷ്യ സ്ത്രീ ആവണമെന്ന് ആഗ്രഹിച്ചു. അത്ഭുതം! അല്പസമയത്തിനകം അവളുടെ വാലിന്റെ സ്ഥാനത്ത് കാലുകൾ പ്രത്യക്ഷപ്പെട്ടു. അവളൊരു മനുഷ്യ സ്ത്രീയായി മാറിയിരുന്നു. പിന്നീടുള്ള കാലം അവർ സന്തോഷമായി ജീവിച്ചു. ഇനിയും കഥകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അടുത്ത കഥയിൽ വീണ്ടും കാണാം.